ഹായ് ഓൾ. ഇന്നത്തെ റീഡിങ് നമുക്ക് നോക്കാം. ഇന്ന് കിട്ടിയ ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളിലേക്ക് ഒരു പുതിയ ഇമോഷൻ ആരോ ഓഫർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ന്യൂ ലവോ, ഒരു സ്പിരിച്വൽ ഇമോഷനോ, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ബർത്തിൻ്റെ ഹാപ്പിനെസ്സോ ഒക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സന്തോഷം തരുന്ന ഒരു ന്യൂസാണ് നിങ്ങളെ തേടി വരുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അതിൽ നിങ്ങൾക്കിവിടെ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ പാസ്റ്റിൽ എന്തൊക്കെയോ ഓർത്ത് നിങ്ങളെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടമായതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ചിന്ത മുഴുവൻ എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങൾ സ്നേഹിക്കാനും ആളുകൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ മനഃപൂർവ്വം നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ മൊത്തവും നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് മാത്രമാണ്. നമ്മൾ നഷ്ടപ്പെട്ടതിനെ ഓർത്തിരുന്നാൽ നമുക്കൊന്നും തിരികെ കിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ ഹെൽത്തും നമ്മുടെ ടൈമും തന്നെയാണ് ഇവിടെ നഷ്ടമായിട്ട് പോകുന്നത്. പോയതെല്ലാം നിങ്ങളെ കൂടുതൽ മെച്ചുറാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചിന്ത മാത്രം നിങ്ങൾ എടുക്കുക. പിന്നെ മെൻ്റൽ ബ്ലോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ അത് പിന്നീട് ഓരോരോ അസുഖങ്ങളായിട്ട് നിങ്ങളെ തന്നെ വേട്ടയാടും. അതും പ്രത്യേകം ഓർക്കുക. പിന്നെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ആരുടെ അടുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വർക്കിലോ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലോ നിങ്ങളുടെ ഈ ഇമോഷണൽ ലോസിലോ ഒക്കെ നിങ്ങളൊന്ന് താങ്ങി നിർത്താൻ വേണ്ടി നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇത്രയേറെ ഡൗൺ ആയിരിക്കണം നിങ്ങൾ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ പഴയ ഉണർവിൽ നിങ്ങളെ തിരിച്ചു വരാൻ ഈ മെഡിറ്റേഷന് സാധിക്കും, നിങ്ങളെ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ വളരെയധികം ഹീലിംഗ് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഹീൽ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ട് കളയുക. ഒരു ലെറ്റർ എഴുതി എല്ലാ വിഷമങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് അത് യൂണിവേഴ്സിന് സമർപ്പിക്കുക. ശേഷം അത് കത്തിച്ച് കളയുക കേട്ടോ. കത്തിച്ച് കളയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാ ഇമോഷനും റിലീസ് ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഉറക്കം പോലും കിട്ടാണ്ട് നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് ഓരോ രാത്രിയും നിങ്ങൾക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും, അത് പ്രത്യേകം ഓർക്കുക. പിന്നെ നിങ്ങളൊന്ന് ഹീലാക്കിയാൽ മാത്രം മതി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും. സമാധാനപരമായിട്ട് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കൂ. പിന്നെ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ റിക്കവർ ആവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.